നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നീണ്ടകാലത്തെ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് നെയ്മർ ജൂനിയർ തിരികെ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴും അദ്ദേഹം 100% ഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പതിയെ പതിയെ തൻ്റെ മികവ് തിരികെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഐ ആം നോട്ട് 100% എന്ന് നെയ്മർ ജൂനിയർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ രണ്ട് പ്രധാനപ്പെട്ട കളികൾ, വളരെ ഇൻറ്റൻസിറ്റി ഉള്ള രണ്ട് മത്സരങ്ങളാണ്. അതായത് ഒന്ന് കൊളംബിയക്കെതിരെയും ഒന്ന് അർജന്റീനക്കെതിരെയും. ആ കളികൾക്ക് നെയ്മർ ടീമിൽ എടുക്കുമ്പോൾ 90 മിനിറ്റ് കളിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ബ്രസീലുകാർക്കുണ്ട്. അത് അവരുടെ മാധ്യമ പ്രവർത്തകര് ഇന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയറോട് ചോദിക്കുകയും ചെയ്തു. ബ്രസീലിയൻ സ്ക്വാഡ് അനൗൺസ് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളുമായിട്ട് സംവദിക്കവേ ഈ ചോദ്യം വരുന്നു. അതിന് നെയ്മർ ജൂനിയറുടെ മറുപടി ഡൊറിവാൾ ജൂനിയറുടെ മറുപടി, എത്ര സമയം നിങ്ങൾ താരത്തെ കളിപ്പിക്കും എന്നുള്ളതാണ് കോച്ചിനോടുള്ള ചോദ്യം. എന്താണ് പ്ലാൻ? ഡൊറിവാൾ ജൂനിയർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ ഓൾറെഡി 90 മിനിറ്റ് സാന്റോസിന്റെ 2 മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം ചില മത്സരങ്ങളിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് റെസ്റ്റും അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇവിടെ എത്തട്ടെ, നമ്മോടൊപ്പം ട്രെയിനിങ്ങും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരിഗണിക്കും. അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമുള്ള ആ ഒരു സീക്വൻസ് എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ഞങ്ങൾ നോക്കുക. ഞങ്ങൾ എന്തായാലും കാത്തിരിക്കും ഒരു തീരുമാനമെടുക്കാൻ. നെയ്മർ ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ എത്ര സമയം കളിപ്പിക്കും, എങ്ങനെ കളിപ്പിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ നെയ്മർ ജൂനിയറുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യക്തമായ കൃത്യമായ ധാരണ കോച്ച് ഡൊറിവാൾ ജൂനിയർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോച്ച് ഒരു കാര്യം കൂടി പറഞ്ഞത്: വലിയ പ്രതീക്ഷ നെയ്മറുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതില്ല, വലിയ പ്രതീക്ഷയുടെ ഭാരം താരത്തിന്റെ ചുമലിലേക്ക് വെക്കേണ്ടതില്ല എന്ന്. അദ്ദേഹം പതിയെ 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 പഴയ മികവിലേക്ക് എത്തുകയുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം, അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ കോച്ച് ഇപ്പോൾ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.